ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ്, ഡേ വ്ളോഗ് പോലെ. അപ്പോൾ ഇങ്ങനെ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ കിച്ചണിൽ കയറിയിട്ട് ചോറാണ് വെക്കുന്നുള്ളത്, അല്ലെങ്കിൽ എല്ലാം പണി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോറ് വെക്കാൻ മറന്നു. അപ്പം വേഗം തന്നെ ചോറ് വെക്കലാണ്. പിന്നെ ഇത് പെട്ടെന്ന് വേവുന്ന അരിയാ, അതുകൊണ്ട് പിന്നെ ഒരുപാട് ടൈം എടുക്കില്ല. ഇനിയിപ്പം ചോറിന് ഇന്ന് ഉണ്ടാക്കുന്നുള്ളത് സാമ്പാർ അറിയാം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാർ അറിയാമെന്ന് ബാച്ചിലേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഇങ്ങനെ ടൈം സേവറാണ്. അതേപോലെ തന്നെ എന്നെപ്പോലെ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളുണ്ടാവില്ലേ, വെജിറ്റബിൾസ്, അത് കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതെന്തായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളത് ചുവന്ന പരിപ്പാണ്. അതപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ. അപ്പോൾ നോക്കുമ്പോൾ എന്താ പറയുക, ബോട്ടിൽ പരിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കലാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ല, ഇത് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു കറിയാണെന്ന്. അപ്പോൾ ഇതിന് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ല. ആദ്യം ഞാൻ ഈ എടുത്തിട്ടുള്ളതേ ഉള്ളൂ ഉള്ളി, തക്കാളി, അതേപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു വലിയൊരു സൈസ് പൊട്ടറ്റോയും അതേപോലെ തന്നെ ബീട്രൂട്ടും. ഇത് മാത്രമേ ഞാൻ ഈ ഒരു സാമ്പാർ അരിക്ക് ഇടുന്നുള്ളൂ. പക്ഷേ ടേസ്റ്റ് എന്ന് പറയാൻ നല്ല ടേസ്റ്റാണ്. സാമ്പാറിൻ്റെ അതേ പക്കാ ടേസ്റ്റ് വരും. സാമ്പാർ പൗഡറും കായപ്പൊടിയും അതൊക്കെ ഇടുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് തന്നെ വരും. പക്ഷേ ഈ കഷ്ണങ്ങൾ മാത്രം ഇടുന്നില്ല എന്നേ ഉള്ളൂ. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം നമ്മൾ സാമ്പാറിന് കട്ട് ചെയ്യുന്ന പോലെ വലിയ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ, അതിലോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കലാണ്. ഇതിലോട്ടേക്കുള്ള മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരു 2 സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ഒരു 1/4 അല്ലെങ്കിൽ ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മുളക് മല്ലി അതിൻ്റെ മിക്സ് കഴിഞ്ഞിട്ടോ, അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ഒരു 2 സ്പൂണോളം സാമ്പാർ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായ പൗഡർ, ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയാണ്. ഇതിപ്പോൾ കുരുവോടുള്ള പുളിയാണ്, അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കൽ. പുളിവെള്ളം അങ്ങനെ എടുക്കാൻ നിൽക്കില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കലാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു അൺബോക്സിങ് കണ്ടാലോ. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം വീഡിയോസും എടുത്തിട്ടുണ്ട്. പക്ഷേ ക്യാമറ ഞാൻ ശരിക്കും വെക്കാത്തതുകൊണ്ട് തന്നെ ഒരു കോർണറിലേക്കാണ് എല്ലാ വീഡിയോസും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാദ്യം ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുള്ളത് നമ്മൾ ബൊക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഷീറ്റാണ്. അത് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ റിബണാണ്, അത് നല്ലത് കണ്ടിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്, മെറൂൺ കളറ്. പിന്നെ ഇത് ബട്ടർഫ്ലൈസാണ് വരുന്നത്, 3D ബട്ടർഫ്ലൈ. ഇതിൽ ഓൾമോസ്റ്റ് 20 പീസസ് അങ്ങനെ ഉണ്ട്. സൈസ് ഡിഫറെൻ്റ് ആട്ടോ വരുന്നല്ലേ. ഞാനിപ്പം ഷീനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റിയിൽ ചെറിയ റേറ്റിന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഫ്രീ ഡെലിവറി ഉണ്ടാവില്ല, ഒരു മിനിമം പർച്ചേസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അറ്റ് എ ടൈം വാങ്ങിക്കുമ്പം വലിയ നമുക്ക് എമൗണ്ട് ആയിട്ട് തോന്നില്ല. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഗ്രാസ് നോസിലാണ്. ഇത് കുറച്ചായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് എത്രയെന്ന് അറിയില്ല, നോക്കിയിൽ വലിപ്പം കണ്ടേരം അതങ്ങനെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ നേരത്തെ കാണിച്ചല്ലോ റിബണ്, ഒരു മെറൂൺ കളർ, അതിൻ്റെ തന്നെ സെയിം ഒരു ക്രീം കളർ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇനി കാണിക്കുന്നുള്ളത് ബട്ടർഫ്ലൈസ് ആണ്. ഇതൊരു 50 പീസ് വരുന്നുണ്ട്. 50 പീസിനാകെ 6 റിയാലോ 8 റിയാലോ അത്രേ വരുന്നുള്ളൂ. ഇതിൻ്റെ സ്റ്റിക്കും അതേപോലെ തന്നെ ഗമ്മും ഇതിൻ്റെ ഒന്നിച്ചുണ്ട്. നല്ലതാട്ടോ. നമ്മൾ ഈ ഷീന്ന് വാങ്ങിക്കുമ്പം നമുക്ക് വില കുറച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റൊക്കെ ഷീന്ന് ഞാൻ എപ്പോഴും നോക്കൽ ഡ്രസ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആക്സസറീസ് ആയിരുന്നു. ഇപ്പം പക്ഷേ
പക്ഷേ അങ്ങനെയല്ല, കേക്കിൻ്റെ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ എന്നാലും വാങ്ങിച്ച് കൂട്ടാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇപ്പം ഞാൻ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല, ഇങ്ങനെ കണ്ടപ്പം അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. കുറേ നാളായി ഇതൊക്കെ കാർട്ടിലിട്ട് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഫോക്സ് ബോൾസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിലുള്ളതാണ് ഈ ഒരു ഹേർട്ടിൻ്റെത്. ഇത് 3 സൈസിൽ വരുന്നുള്ളത്, ഒരു 20 പീസസ് അങ്ങനെയുള്ള. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ല റിബണ് ഞാൻ കുറേ ടൈപ്പ് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ളതായിരുന്നു ഇത്. പിന്നെ ഇതാ ഇനി വാങ്ങിച്ചിട്ടുള്ളത് ഷുഗർ ബോൾസാണ്. ഇത് നമുക്ക് കേക്കിനെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ വൈറ്റ് ഒരു 2 ബോക്സും അതേപോലെ തന്നെ മിക്സഡ് കളേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ബോട്ടിൽ, പിന്നെ ഗോൾഡൻ കളറിൻ്റെ ഒരു ബോട്ടിൽ. ഇത് ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒന്നും സാധനം ഞാൻ ഇതുവരെ ഷീന്ന് ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല ഇത്രയും ക്വാളിറ്റിയും. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും അടിപൊളി ക്വാളിറ്റി ആയിരുന്നു കൈമ കിട്ടിയപ്പോൾ ഉണ്ടായിട്ടുണ്ടായത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു പെയിൻറ്റിങ് ബ്രഷിൻ്റെ സെറ്റാണ്. ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് കേക്കിലെല്ലാം എന്തെങ്കിലും റൈറ്റിങ്സാ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമല്ലോ ഫോണ്ടൻറ്റിലെല്ലാം, അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യാൻഡിലിൻ്റെ സെറ്റ്, ഒരു 12 പീസ് വരുന്ന ക്യാൻഡിൽ സെറ്റ്. പിന്നെ ഇത് റാപ്പ് ചെയ്യുന്ന ഒരു ഷീറ്റാട്ടോ. ഇത് അടിപൊളിയാണ് ഈ ഒരു ഷീറ്റ്. ഇതിൻ്റെ ഒരു ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഞാനൊരു ലൈറ്റ് ബ്ലൂ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എത്രയൊക്കെയാണ് ഷീന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനം. ഇനി നമ്മൾ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് തന്നെ കിടക്കുക. ഞാനിനി കട്ട് ചെയ്യുന്നുള്ളത് ഫിഷാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ നങ്ക് കട്ട് ചെയ്യുന്നുള്ളത്. ഇത് നമ്മൾ ഷോപ്പിൽ പോയപ്പം ബില്ല് ചെയ്യാൻ നേരത്താണ് ഫിഷ് വാങ്ങിയിട്ടില്ലല്ലോ ഓർമ്മ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പോയപ്പം അവരോട് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ, 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ എന്തായാലും എടുക്കും. അപ്പോൾ അത്രയും ടൈം വെറുതെ കളയണ്ട, റൂമിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ട് വാങ്ങിച്ച് വന്നിട്ടുള്ളതാണ്. ഇതിൽ ഫസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചപ്പോൾ നല്ല ബേജാറായിരുന്നു, പറിച്ചോണി ഇതെന്നെ കൊണ്ട് കൂട്ടുന്ന കാര്യം തന്നെയാണോ എന്നുള്ളത്. പക്ഷെ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. നാട്ടിൽ നിന്നെല്ലാം ഉമ്മല്ല കൈക്ക് മറ്റേ എന്താ പറയുക എന്തൊക്കെ ഒട്ടിച്ചല്ലാന്ന് ഇതിൻ്റെ സ്കിന്ന് വലിക്കുന്ന കാണൽ. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഞാൻ ആ മീനിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കല. മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഓവർ മാരിനേഷൻ അതൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ്. ലൈക്ക് ഒരു 2.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ വിനെഗർ. ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതെനിക്ക് ഇന്നിപ്പം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ ടൈം മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാനുള്ള ടൈമോ അങ്ങനത്തെ ഒന്നുമില്ല. മാരിനേറ്റ് ചെയ്യുന്നു, എടുത്ത് ഫ്രൈ ചെയ്യുന്നു, അങ്ങനെയാണ് ഇന്നുള്ള. ഫ്രൈ ചെയ്യാൻ വെക്കുമ്പോഴൊന്നും എൻ്റെ ചോറും ആയിട്ടില്ല, കറിയും ആയിട്ടില്ല. ആദ്യത്തെ വിസിൽ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെക്കുമ്പോഴായിരുന്നു കുക്കർ ഉണ്ടായത്. ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് എപ്പോഴും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കുമ്പോൾ വെക്കാം. അത് മാത്രമല്ല ഒരു 2-3 വിസിൽ അത്രേ വേണ്ടി വരത്തുള്ളൂ. ഇന്നെന്താണെന്നറിയില്ല, ഭയങ്കര ലേറ്റാണ്. എൻ്റെ സ്റ്റൗവിൽ 3 ബേണേഴ്സ് ഉണ്ടായി കഴിഞ്ഞാലും ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ബേണർ ഉണ്ടല്ലോ അത് ഞാനങ്ങനെ യൂസ് ചെയ്യലില്ല. അധികം ചായ വെക്കാൻ ഈ ബേണറാണ് യൂസ് ചെയ്യൽ. വേറെ ഒന്നിനും ഞാനിത് യൂസ് ചെയ്യില്ല. ഇങ്ങനെ പിന്നെ പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ, ആ ടൈമില്ലാണ്ട് പെട്ടെന്നെല്ലാം തീർക്കണം എന്ന് തോന്നുന്ന അവസ്ഥയിൽ മാത്രമേ ഞാനിത് യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ 2 സൈഡിൽ വെച്ച ബേണറിലുള്ള പാത്രങ്ങളും ഇതും കൂടി ആകുമ്പോൾ ഭയങ്കര കൺജസ്റ്റ് പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഇതാ കുക്കർ 2-3 വിസിലടിച്ചപ്പം അതൊന്ന് ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടൈം തന്നെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചോറൊന്ന് വാർക്കണം, അതേപോലെ തന്നെ ആ കറി ഒന്ന് താളിച്ച് വയ്ക്കണം, അത്രയേ ഉള്ളൂ. ഇതാ വറവാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ബീൻസ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുമ്പോൾക്ക് കുറേ ബീൻസ് ഐസ് പിടിച്ച പോലെ എന്നിട്ട് വെള്ളം കെട്ടിയിട്ടുണ്ടാവില്ലേ, അതുപോലെയാണ് ഉണ്ടായത്. എന്നിട്ട് ഇപ്പം അതിൽ നിന്ന് നല്ലതെല്ലാം നോക്കിയിട്ടെടുക്കല. ബാക്കി പിന്നെ ഇപ്പം കളയാലേ നിവർത്തിയുള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ഇതാ വറവിന് വേണ്ടിയിട്ടുള്ള ബീൻസും ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കല. അതുപോലെ തന്നെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും അതേപോലെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിളെല്ലാം ഉണ്ടല്ലോ അത് ഇതുവരെ നോക്കിയിട്ടില്ലല്ലോ.
ഇതിതാ കറക്റ്റ് വേവായിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര കുറുകിയിട്ടുള്ള കറിയായിരുന്നു. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കടുകും അതേപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയാണ് ഈ ഒരു സാമ്പാർ. എങ്കിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കിട്ടോ. സാമ്പാറിൻ്റെ ടേസ്റ്റും ഉണ്ട്, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കഷ്ണങ്ങൾ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കഷ്ണങ്ങൾ ആഡും ചെയ്യണ്ട, അങ്ങനെയുള്ളൊരു കറിയാണ് ഇത്. ഇതാ കറിയും വറവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി 2-3 പീസ് മീൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടാണുള്ളത്. പിന്നെ ഇതാ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് മോരാണ്. ഇപ്പോൾ ചൂടായി പിന്നെ മോര് കുടിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ അത് മാത്രമല്ല ഒരു ഭയങ്കര റിഫ്രഷിങ്ങും ആ മോര് കുടിക്കുമ്പോൾ ഉണ്ടാവുക. അപ്പം തൈരിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പച്ചമുളക്, അതേപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മല്ലിയിലയും ഇതെല്ലാം കൂട്ടി ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കലാണ്. നല്ല രസമായി. ഇപ്പോൾ ഈ ചൂട്ടിന് ഇതൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കാൻ. ഇങ്ങനെ ഫുഡെല്ലാം റെഡി ആകുമ്പോൾ ഫൈസൽക്ക് ഇത് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പം 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലഞ്ച് കഴിക്കാൻ ഇപ്പം ഭയങ്കര ലേറ്റാണ്. മോൻ്റെ സ്കൂള് ഇപ്പം മോനിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എണീക്കലും ഫുഡ് കഴിക്കലും ഒക്കെ എന്തൊക്കെയോ ആണ്. ടൈമൊന്നും ഇതുവരെ പ്രോപ്പറായിട്ടില്ല, എന്തെല്ലോ ആണ്. അപ്പോൾ ഇപ്പം 4 മണിക്കാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നുള്ളത്. അങ്ങനെ ഫുഡെല്ലാം എടുത്ത് വെക്കലാന്ന്. എന്നിട്ട് വേഗം കഴിച്ചിട്ട് വേണം ഒന്ന് കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിലായിരുന്നു നിൽക്കുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വെക്കേഷനാണ്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം നാട്ടിൽ പോകുന്നില്ല, ഇവിടെ തന്നെയാണ് നിൽക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ മോന് ഫുൾ ടൈം ടി വിയാണ്. ഫോൺ നോക്കില്ല, എനിക്ക് ഫോൺ വേണ്ട. ടി വിയിൽ ഒന്നിക്കിൽ കാർട്ടൂൺ കാണും, അത് കഴിഞ്ഞ് മടുക്കുമ്പോൾ ഗെയിം കളിക്കും, പിന്നെയും ഗെയിം മടുക്കുമ്പോൾ കാർട്ടൂൺ കാണും. ഇങ്ങനെ തന്നെയാണ് ഓൻ്റെ ഇപ്പം ഡേ പോകുന്നുള്ളത്. അപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പം ജോയ്സ്റ്റിക്ക് മാറ്റാൻ വേണ്ടിക്ക് പറഞ്ഞ് നമ്മൾ അപ്പുറം അടികൂടുന്നുള്ളതായിരുന്നു അത്. പിന്നെ ഇപ്പം മോനിക്ക് ഞാനെപ്പോഴും മോനിക്ക് വാരി കൊടുക്കല, അപ്പോൾ അതൊന്ന് മാറ്റണം. ഒറ്റയ്ക്ക് തന്നെ ഫുഡ് കഴിക്കാനെല്ലാം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഫൈസൽക്കാവും മോളും ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പം കളയാനുള്ള വേസ്റ്റും കൊടുക്കുന്ന അതിനൊക്കെ ബായൊക്കെ പറഞ്ഞ് മോള് പോവലായി. പിന്നെ ഞാൻ കുറച്ച് ടൈം വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഫൈസൽക്ക് മോളും പോയ കാര്യമെല്ലാം ചെയ്തിട്ട് താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം വിളിച്ചിട്ടുള്ളതാ, ഇന്ന് ചൂട് കുറച്ച് കുറവുണ്ട്, നമുക്ക് ഗ്രൗണ്ടിൽ കുറച്ച് ടൈം മക്കളെ കളിപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ഭയങ്കര ചൂടാണ്, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, പുറത്തിറങ്ങാൻ തോന്നില്ല. അങ്ങനത്തെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിട്ടാണ് ഇപ്പം ഉള്ളത്. എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അങ്ങനെയാണ്. പിന്നെ മക്കളെ സ്കേറ്റിംഗ് സ്കൂട്ടറെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട്. കാര്യമായിട്ട് നമ്മളിപ്പം ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ചൂടായി കഴിഞ്ഞാലും നമ്മൾ ഈ ഏരിയയിലുള്ള ഗ്രൗണ്ടിൽ കുട്ടികളും ഉണ്ടാവും, ഉമ്മമാരും ഒക്കെ ഉണ്ടാവും. എന്താ പറയുക, ഇതിന് ആൾ കുറവൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉള്ളത് അടിപൊളിയാണ്. വെറുതെ നമുക്ക് ഇരിക്കുമ്പോൾ എല്ലാം പോകാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് ഈ ഒരു ഏരിയ. അതുകൊണ്ടല്ലാന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. നമ്മൾ ഇപ്രാവശ്യം റൂമെല്ലാം ഷിഫ്റ്റ് ചെയ്യണം, മാറ്റണം, അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു ഏരിയ തന്നെ കിട്ടുന്നില്ല റൂം വേറെ. നമുക്കാണെങ്കിൽ ഈ ഏരിയ വിട്ടിട്ട് വേറൊരു ഏരിയയിലേക്ക് പോകാനും തോന്നില്ല. പിന്നെ വിചാരിച്ച് വേണ്ട, കുഴപ്പമില്ല, ഈ വർഷം കൂടി ഇവിടെ തന്നെ നിൽക്കാമെന്നെല്ലാം പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായത്. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാനൊന്നും നിന്നിട്ടില്ല. കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പം എങ്ങനെയാ ഒന്നും തിരിയാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതെല്ലാമാണ്. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ തരുന്ന സപ്പോർട്ട് പോലെയിരിക്കും നെക്സ്റ്റ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.